വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ഫ്ലോപ്പ് ആവില്ല. നല്ല അടിപൊളിയായി തന്നെ കിട്ടുന്നതായിരിക്കും. നല്ല സ്പോഞ്ചിയാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറും കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം, 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം, പിന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കണം. മുട്ട നല്ലതുപോലെ തന്നെ ബീറ്റാക്കി എടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടണം. ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര, ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റാക്കി എടുക്കാം. എഗ് ഇപ്പം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സായി വരുന്ന രീതിയിൽ മാത്രം ബീറ്റാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലോർ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കാം. ഒരുപാടിട്ട് കുത്തി കൊഴുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ മാത്രം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലൊരു പാനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 35 മിനിറ്റ് കുക്കാക്കി എടുക്കണം. ഇപ്പം 35 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത് കേക്കിനും ബേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണിത്. നമുക്ക് ടീ കേക്ക് ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒട്ടും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.